പാലക്കാട് ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിറവ് 2025 സംഘടിപ്പിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളുടെയും കലാകായിക ശാസ്ത്ര പ്രവൃത്തി പരിചയ മേഖലകളുടെ മികവുകളുടെ ഫോട്ടോ പ്രദർശനമാണ് നിറവ് 2025. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് നമ്മളുടെ കുട്ടികൾക്കുണ്ടാകുന്ന ശേഷി, അതിലൂടെ അവരാർജിച്ചെടുക്കുന്ന ഒട്ടേറെ കഴിവുകൾ, മികവുകൾ, ഇത് സമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. യാതൊരു സംശയമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഇത്തരം വ്യത്യാസങ്ങൾക്ക് എങ്ങനെയാണ് പൊതുസ്ഥാപനങ്ങൾ ഈ സമൂഹത്തിനകത്ത് മാതൃകയാവുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ഒരു ഘട്ടം കൂടി ആവുന്നു. സ്വാഭാവികമായി അങ്ങനെ ആവേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല, അല്ലാതെ തന്നെ അതിനെ ബോധ്യപ്പെട്ടു പോകണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സമൂഹം. വല്ലാത്ത രീതിയിൽ എല്ലാത്തിനെയും ഒരു കമ്പോളത്തിൻ്റെ ഇതിലേക്ക് കെട്ടിക്കൊണ്ടു വരുമ്പോൾ അവിടെ നമുക്കും ചിലത് പറഞ്ഞു വയ്ക്കാതിരിക്കാൻ കഴിയില്ല. അവിടെയാണ് ഈ നിറവിന് പ്രസക്തി ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ ഏറെ ശേഷിയുള്ള കുട്ടികളാണ്. നമ്മുടെ ജില്ലയ്ക്ക് നല്ല സ്വത്ത് തന്നെയാണ്, സമ്പത്ത് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒട്ടേറെ കാര്യങ്ങളിൽ അവർക്ക് ഏറ്റവും നല്ല കഴിവ് തെളിയിക്കാനും മികവ് പ്രകടിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സാധിക്കുന്നുണ്ട്. ഇവിടെ നാം വന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അവർ കടന്നു പോകുന്ന വഴികൾ, ആ വഴികളെ ഏറ്റവും നന്നായി അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒന്നാകെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെ മാത്രം കാര്യമല്ല. സർക്കാർ നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അതിലേറെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട് എന്നുള്ളത് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. PTA പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ അധ്യക്ഷനായി, DO ഉഷ മാനാട്ട്, AO രമേശ് പാറപ്പുറത്ത്, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ MR മഹേഷ് കുമാർ, BPO ശിവപ്രസാദ്, പ്രധാന അധ്യാപകരായ PP പ്രീജ, M. ഇന്ദു, പ്രിൻസിപ്പൽ UK ലത തുടങ്ങിയവർ പ്രസംഗിച്ചു.